നടന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈഗോ ഉണ്ട്. അതുപോലെ തന്നെ ഒരു നടൻ്റെ സിനിമ കുറച്ച് ദിവസം കൂടുതൽ ഓടിയാൽ 4 ആൾക്കാർ കൂടുതൽ കണ്ടാൽ മറ്റുള്ള യുവ നടന്മാർക്ക്, വലിയ സൂപ്പർ സ്റ്റാറുകളല്ല, യുവ നടന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ യുവ നടന്മാരൊക്കെ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഒരു ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നു. ഒരു ലേഡീനെ ഡയറക്ടർ. പക്ഷേ ആ സിനിമയോട് കൂടിയിട്ട് വഴക്കായി പിരിഞ്ഞ 2 പേരുണ്ട്. ഒന്ന് ദുൽഖർ സൽമാനും ഒന്ന് നെവിൻ പോളിയും. ഇവർ 2 പേര് അതിൽ അഭിനയിക്കുന്നുണ്ട്. ഇവർ 2 പേര് അഭിനയിച്ചോട് കൂടിയിട്ട് എന്തുണ്ടായി, ഈ തിരക്കഥയിൽ ഒരുപാട് കൈ കടത്തുന്ന സ്വഭാവമുണ്ട് നമ്മുടെ ദുൽഖറിന്. ദുൽഖറിൻ്റെ റോള് ചെറുതായി പോകുമോ, ദുൽഖറിൻ്റെ ഡയലോഗ് കുറയുമോ, അതിലെ ദുൽഖറിൻ്റെ കഥാപാത്രം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഭയങ്കര ജിജ്ഞാസയുള്ള ഒരാളാണ്. നെവിൻ പോളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ദുൽഖർ ഇടപെട്ടു. ആ ഇടപെടലിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നവിൻ പോളിയുടെ റോളുകൾ ചെറുതായി, ഇതാണ് പറയണത്. പല ഡയലോഗുകളും അതുപോലെ തന്നെ പല സീൻസുകളും ദുൽഖറിന് വേണ്ടിയിട്ട് മാറ്റി എഴുതേണ്ട വന്നു. അതുപോലെ തന്നെ നവിൻ പോളിനെ ഒതുക്കി എന്നുള്ളൊരു പരാതി വന്നു. നോക്കിയപ്പോൾ സിനിമ വന്നപ്പോൾ അത് സത്യമായി മാറി. കാരണം എന്താ വെച്ചാൽ നവിൻ പോളിയുടെ അന്നത്തെ ആ സമയത്ത് നിൽക്കുന്ന ഒരു നടന് വേണ്ടി കിട്ടാവുന്ന യാതൊന്നും ആ പടത്തിലില്ല. എന്തോ ഒരു പ്രേമം, ഏതോ ഒരു ഇത്, അതൊക്കെ നമ്മുടെ ദുൽഖറിൻ്റെ തമാശകളും ദുൽഖറിൻ്റെ ഓവർ സ്മാർട്ടൻസിൻ്റെ മുൻപിൽ വെറും നിഷ്പ്രശമായി പോയി. അത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ പോളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. കാരണം ആ പടം ഇറങ്ങിയതിന് ശേഷം നെവിൻ പോളിനെ എല്ലാവരും വളരെയധികം കളിയാക്കാനും അങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഒരു തള്ളിക്കളയാനും പല സിനിമകളിൽ നിന്ന് വരെ ഒഴിവാക്കാനും ഇങ്ങനെ ഈ റോള് ചെയ്തോട് കൂടിയിട്ട് കാരണമായി. അപ്പോൾ ആ ഒരു ഈഗോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ പോളിക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഈ പടം വിജയിച്ചതോടുകൂടി പല പ്രൊഡ്യൂസർമാരും ഇവരെ വെച്ച് സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സമീപിച്ചവരോടൊക്കെ ഒറ്റ വാക്ക് പറഞ്ഞോളൂ, ബിസിന്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഞാൻ നായകനായിട്ടൊരു പടം വരാനാണ് എനിക്കിഷ്ടം, എൻ്റെ പങ്ക് പറ്റി വേറൊരു നായകൻ എൻ്റെ സിനിമയിൽ വരണ്ട എന്ന് വരെ ദുൽഖറും പറഞ്ഞു. അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണേണ്ട സാഹചര്യം വന്നാൽ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കാതെ പതിവ്. ഇപ്പം അടുത്തൊരു ഫംഗ്ഷൻ വന്നു. ആ ഫംഗ്ഷൻ വന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 2 പേരും അടുത്ത് സീറ്റൊക്കെ മുമ്പ് കൂട്ടി റിസർവ് ചെയ്തിട്ടതിൽ ഇവർ 2 പേരും സീറ്റ് അടുത്തടുത്തായിരിക്കുന്നത്. ദുൽഖർ വന്നിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ നെവിൻ പോളി അവിടെ വന്നിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം അവർ കാണുക. അപ്പോൾ നെവിൻ പോളി ചൂളിക്കണ്ണിട്ടിട്ട് ഇടക്കണ്ണിട്ടിട്ട് ഒരു നോട്ടം നോക്കി ദുൽഖറിനെ. ദുൽഖറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ പട്ടിക്കാട്ടം കണ്ട നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കില്ലല്ലോ, അതേപോലെയുള്ള ഒരു ഒരൊറ്റ ഇരിപ്പാണ് ആ സ്റ്റേജിലേക്ക് നോക്കിയിട്ട്. ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് നോക്കിയിട്ട് മൂപ്പര ഒരൊറ്റ ഇരിപ്പാണ്, വേറൊരു വഴിക്ക് നോക്കുന്നില്ല. ഇടയ്ക്ക് നവിൻ പോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനത് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ഒരു ഗൗരവം കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ആ പരിപാടി കഴിയുന്നവരെ ഉണ്ടായില്ല. നവിൻ പോളി ഇങ്ങനെ നോക്കിയിരുന്നത് മാത്രം മെച്ചം. ദുൽഖർ ആ ഒരു ഫംഗ്ഷൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഒരൊറ്റ എണീറ്റ് ഒരൊറ്റ പോകും പോയി. അപ്പോൾ യുവാക്കൾ നടന്മാരായി, അതുപോലെ തന്നെ അച്ഛൻ്റെ പേരിൽ നടനായി മാറി. അപ്പോൾ ആ അച്ഛൻ്റെ പേരിൽ മൂപ്പർക്ക് ഏത് തിരക്കഥയിലത്തെ സ്ക്രിപ്റ്റും മാറ്റാം, ഡയലോഗും മാറ്റാം, ആരെ വേണമെങ്കിലും ഒതുക്കും ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ യുവ നടന്മാർ ഒരിക്കലും നിങ്ങളിതുപോലെ മറ്റുള്ള നടന്മാരെ കക്ഷത്ത് കൈ വെച്ച് കൊടുക്കുക, തല കൊണ്ട് വെച്ച് കൊടുക്കണ്ട. അത്രയും നമുക്കിത് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിനി എന്നും ശത്രുക്കളായി തുടരേണ്ടി വരും.